ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ ഒന്നൊന്ന് അമ്പലത്തിൽ പോയേക്കാമെന്ന്. നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോ എനർജി ഫീൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മളിങ്ങനെ ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണല്ലോ ദൈവം. എല്ലാം കേട്ടോളും എന്നൊക്കെയാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ എന്തായാലും അവധിയാണല്ലോ, എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തൊന്നുമല്ല, ഞാൻ പോകുന്നത് നമ്മുടെ ദേശത്തുള്ള ആലുവ ദേശത്തുള്ള പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം ഇല്ലേ, അവിടേക്കാണ് പോകുന്നത്. നേരത്തെ തന്നെ എണീറ്റ് വേഗം തന്നെ അമ്പലത്തിൽ പോകണം. അതായത് ഞാൻ മനസ്സിൽ വിചാരിച്ച് 6:30-ക്കെങ്കിലും ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്ക് 7:15. പിന്നെ വേഗം തന്നെ ഇറങ്ങി. എൻ്റെ 2 വീലറിലാണ് ഞാൻ പോയത്. അപ്പോൾ 2 വീലറിൽ പോകുന്നതുകൊണ്ട് എന്താല്ലേ, എല്ലാവരും 2 വീലറൊക്കെ ഓടിക്കുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് 33 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എപ്പം ഞാൻ ഈ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയാലും അപ്പം മഴ വരും. നല്ല തെളിഞ്ഞ മാനമാണെങ്കിൽ പോലും ഞാൻ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ പെയ്യും. അങ്ങനെ പോകുന്ന വഴിക്ക് മഴ കിട്ടി. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴേക്കും കുറച്ച് താമസിച്ചു. ഫൈനലി അമ്പലത്തിലെത്തിക്കഴിഞ്ഞത്തേക്ക് എനിക്ക് സന്തോഷമായി. കാരണം അവധി ദിവസമായിരുന്നിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹം. നല്ലോണം തൊഴാൻ പറ്റി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. സമാധാനത്തോടു കൂടി കുറേ നേരം അവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് കേട്ടോ. ഈശ്വരവിശ്വാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അന്ധമായ വിശ്വാസം അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റേതായ കുറച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നമ്മുടെ പുരാണങ്ങൾ, മിത്തോളജി, അതിപ്പോൾ ഹിന്ദു മിത്തോളജി ആയാലും ബാക്കി ഏത് ഇതിലുള്ള മിത്തോളജി ആയാലും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വായിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിൽ കുറച്ച് പേരെങ്കിലും ദൈവത്തെ വിളിക്കുന്നത് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പറയാനോ സങ്കടം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ലാതെ ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ദൈവത്തോട് നമ്മുടെ വെറുതെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. ഒരു സുഹൃത്തിനോടെന്ന പോലെ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, എപ്പോഴെപ്പോഴും ദൈവത്തെ വിളിച്ച് വിഷമം പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് ദൈവം നമ്മളെ കേൾക്കുകയൊന്നുമില്ല, നമ്മുടെ പ്രാർത്ഥനയൊന്നും. അതുപോലെ തന്നെ അപ്പോൾ അതുപോലെ നമ്മുടെ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ദൈവത്തോട് പോയി നന്ദി പറയുക, താങ്ക് യു, ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥന വേഗം കേട്ടെന്നിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.